നമസ്കാരം. മനുഷ്യനായി പിറന്ന് മനുഷ്യനായി ജീവിച്ച് മനുഷ്യത്വമുള്ള മനുഷ്യനായി മാറുക എന്നത് നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനായി പിറന്ന ഏതൊരാളുടെയും ജീവിത ലക്ഷ്യമായിരിക്കണം. ഇവിടെ ഞാനിങ്ങനെ സാഹിത്യമൊക്കെ പറയാൻ കാരണം മനുഷ്യനല്ലാതാവുന്ന ഒരു ഘട്ടം, മതം കുടിച്ചിറക്കി ചുറ്റുപാടുകളെ മൊത്തം മതപരമായി മാത്രം കാണാൻ വേണ്ടി ശീലിച്ച ഒരു കൂട്ടം ആളുകൾ. അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് ശാപമായി തീർന്നിരിക്കുന്നു. അവരെ ഏതു രീതിയിൽ സംബോധന ചെയ്യണം എന്നെനിക്ക് നിശ്ചയമില്ല. അത് നമ്മുടെ പ്രബുദ്ധതയുള്ള ഒരു പ്രേക്ഷക ലോകം തീരുമാനിക്കേണ്ടതാണ്. ഓണം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷമായാണ് പൊതുവെ മലയാളികൾ കാണുന്നത്. അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ യാതൊരു തരത്തിലുള്ള സ്പർദ്ധയും ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധർ വരെ ആ സമൃദ്ധിയുടെ ആഘോഷത്തിമർപ്പിൽ 2-3 ദിവസങ്ങളിൽ ആറാടുന്നു. അപ്പോൾ മനുഷ്യനായി പിറന്ന് മതം കുടിച്ച് മരിക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു അധ്യാപിക, അവരെ അധ്യാപിക എന്ന് ഞാൻ സംബോധന ചെയ്യുന്നില്ല. അവരൊരു മതപണ്ഡിതയാണ്. എനിക്ക് അങ്ങനെ വിളിക്കാനാണ് അവരെ ഇഷ്ടം. അവർ തൻ്റെ കുട്ടികളോട് അവരുൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച ഒരു സന്ദേശം, ആ സന്ദേശം അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ, തലച്ചോറിന് അല്പമെങ്കിലും ആൾതാമസമുണ്ടെങ്കിൽ, സാമൂഹ്യ മാധ്യമത്തിൽ അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ മനുഷ്യനായി പിറന്ന മറ്റു കുറേ ആളുകളെങ്കിലും ഈ ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ട്, അവരുടെ കൂട്ടത്തിലും അത്തരക്കാരുണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ആ പണ്ഡിതയ്ക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഒന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ നാട് എത്രമാത്രം അധപ്പതിച്ചുപോയി, എത്രമാത്രം മതത്തിൻ്റെ കയ്പുനീരാണ് നമ്മുടെ പുതിയ തലമുറയുടെ തലച്ചോറിനുള്ളിലേക്ക് ഇത്തരത്തിലുള്ള ആളുകൾ കടത്തിവിടുന്നത്, എത്രത്തോളം സാമൂഹ്യ വിരോധവും സാമൂഹ്യ സ്പർദ്ധയുമാണ് ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ പുതുതലമുറയുടെ ഭാവനകൾക്കുള്ളിലേക്കും വലിച്ചെറിയുന്നത്. ആ മാലിന്യത്തിൻ്റെ ദുർഗന്ധത്തിൽ നമ്മുടെ നാട് ദുർഗന്ധപൂരിതമായിരിക്കുന്നു എന്ന് മാത്രം ഞാൻ പറയുന്നു. ബാക്കി നിങ്ങൾ ആ വീഡിയോ പൂർണ്ണമായി കേട്ടതിന് ശേഷം നിങ്ങൾ ചിന്തിക്കുക, എന്താണ്, ഏതാണ്, എങ്ങനെയാണ് നമ്മുടെ നാട്, എന്ത് മതസൗഹാർദ്ദമാണ് ഈ നാട്ടിലുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാ സിസ്റ്റേഴ്സിനോടും ഒരു കാര്യമായിട്ടുള്ള ഒരു സീരിയസ് മെസ്സേജാണ് പറയാനുള്ളത്. പലരും ഈ കേരളത്തിൽ ഈ ഓണം എന്ന് പറഞ്ഞ സെലിബ്രേഷൻസിലെ നിങ്ങൾ തന്നെ അവരെ അമ്പലത്തിലുള്ള വീഡിയോസ് നോക്കുക, എന്താ അവർ പറയുന്നത്, അതിലുള്ള അവരുടെ പണ്ഡിതൻ എന്താ പറയുന്നത് നമ്മൾ നോക്കണം, കേട്ട് നോക്ക് നിങ്ങൾ എന്താ പറയുന്നത്. ഫുള്ള് ദൈവങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? മുസ്ലിംസ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നാളെ അള്ളാനെ കണ്ടുമുട്ടാനുള്ളതാണ്. ഏക ദൈവമേ ഉള്ളൂ ഈ ദുനിയാവിൽ, ഈ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എന്തിനാണ് നിങ്ങളെ മക്കളെ ഇതിനായിട്ട് ഒരുക്കുന്നത്? ഓണപ്പൂക്കളം എന്തിനാണ് നിങ്ങൾ ഇടുന്നത്? എന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ട്? വാട്ട് യു വോണ്ട് ടു പ്രൂവ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്? ആരുടെ മുമ്പിൽ നിങ്ങളിത് കാണിക്കുന്നേ? ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിൽ ഇതെല്ലാം ഇട്ടിട്ട്. അള്ള ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടാ. ഞാൻ ഭയങ്കര ദീനൊന്നുമില്ല, പക്ഷെ വിഷമമുണ്ട്. കാരണം നമ്മളെ ഗ്രൂപ്പിലുള്ള സിസ്റ്റേഴ്സ് തന്നെയാണ് പല സ്റ്റാറ്റസ് ഇടുന്നത്. എപ്പോഴും മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നത്, തജ്വീദ് പഠിക്കുന്നത്, ഹിഫ്ള് പഠിക്കുന്നത്, ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സ് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നുന്നു? നിങ്ങൾ മക്കളെ അങ്ങനത്തെ പരിപാടിക്ക് അയക്കുന്നു, സ്കൂളല്ലേ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾ അത്രയും അള്ളാനെ ഭയക്കുന്ന ഒരു ബിലീവർ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇത് ചെയ്യൂല. എങ്ങനെ നിങ്ങൾ മാവേലി ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട്, ഒരു ദൈവം ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ അത് ആക്സെപ്റ്റ്? നമ്മൾ ഹദീസിൽ എന്താ പറയുന്നത്? അതായത് നിങ്ങൾ മറ്റുള്ളൊരു സമുദായം, അന്യമതക്കാരുടെ സമുദായം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന അതിൻ്റെ അർത്ഥം, ഒരു കള്ള് വിൽക്കുന്ന ഒരു ബാറിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയതാണെങ്കിൽ പോലും അവിടെ പോകാൻ പാടില്ല എന്നാണ്. മനസ്സിലായ? ഒരു റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ പോകുന്നു, പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് കാണുന്നു കൂൾ ബാർ അല്ലെങ്കിൽ ബാർ ഉണ്ട് എന്നുള്ളത് കാണാം, ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അവിടെ പോകാൻ പാടില്ല, ഹറാമാന്നത്. എന്തുകൊണ്ടാണ് അത് മുസ്ലിംസ് മനസ്സിലാക്കാത്തത്? വിവരം കുറഞ്ഞുകൊണ്ടാ? അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത കളി കളിക്കുന്ന പൊട്ടന്മാരെ പോലെ? സത്യം ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടെന്ന് ചിന്തിക്കുന്നില്ല? തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏക ദൈവ വിശ്വാസം, അള്ളാഹു മാത്രമേ ഉള്ളൂ, അള്ളയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നമ്മൾ നാളെ ഖബറിൽ കിടക്കുമ്പോൾ മുൻകർ നക്കീർ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കൂ. വാട്ട് ആർ വി ഗോയിങ് ടു ആൻസർ? എന്താ നമ്മൾ പറയാൻ പോകുന്നത് അവരോട്? അയ്യോ എൻ്റെ ഫ്രണ്ട്സ് എന്തോ വിചാരിക്കും, എൻ്റെ ടീച്ചർ എന്തോ വിചാരിക്കും, ഇതാ നിങ്ങൾ പറയാൻ പോകുന്ന അള്ളാഹിന്റെ മുമ്പിൽ, അവരെ മുമ്പിൽ? എനിക്ക് നല്ല ബേജാറുണ്ട്, ചിന്തിക്കുമ്പോൾ തന്നെ പേടിയാന്ന്. എൻ്റെ മക്കളെ അങ്ങനത്തെ ഒരു വഴിക്ക് അയക്കാൻ ഞാൻ പ്ലാനേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരാണ്ടായിപ്പോട്ട്. ഞാൻ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് സ്വന്തം കുടുംബത്തിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ പോലും എനിക്ക് എൻ്റെ മനസ്സ് വിങ്ങുന്നു, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നെന്ന്. ബിക്കോസ് നിങ്ങൾ എന്തിനാണ് അത് ഫോളോ ചെയ്യുന്നത്?
ഓണം പോട്ട് ക്രിസ്മസ് പോട്ട് എല്ലാത്തിനും എന്തോ ഭയങ്കര ഒരു ആഘോഷം പോലെ ആക്കുന്നത്. എന്തുകൊണ്ട് മറ്റുള്ള മതക്കാർ അവരെന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടാ? അവർ ഇസ്ലാമിൽ എന്തെങ്കിലും അവർക്ക് ശരിക്കും നമ്മളെ പുച്ഛല്ലേ നമ്മളെ മുസ്ലിംസിനോട് വെറുപ്പാന്ന് എല്ലാവർക്കും. അവർ നമ്മൾ തീവ്രവാദികളാന്ന് പറയുന്നത് എല്ലാം നമ്മളാണ്. എല്ലാം ഈ ലോകത്ത് മൊത്തം ഫിത്തനകൾ മുസ്ലിംസ് ആക്കുന്നത്. അവർ നമ്മളെ എതിർക്കുന്ന ആൾക്കാർ. നമ്മൾ എന്തിനാ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം? നിങ്ങൾ ഒരു മതസൗഹൃദം എന്ത് മതസൗഹൃദം? മറ്റുള്ള ദൈവങ്ങളെ ആക്സെപ്റ്റ് ചെയ്യില്ല. സ്റ്റേ അവേ ഫ്രം ദിസ്. ജസ്റ്റ് അവരോട് പറയാ നമുക്കത് പറ്റൂല, നമ്മളെ മതത്തിൽ ഇതില്ല. അവരെന്ത് വേണം നിങ്ങളെ കുറിച്ച് വിചാരിക്കട്ടെ. കാരണം അള്ളല്ലേ നാളെ നിങ്ങളെ കുറിച്ച് വിചാരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല? നിങ്ങളെ ഏത് കണ്ണിലെ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? നിങ്ങളത് വിചാരിക്കും ഇതെല്ലാം ഭയങ്കര സില്ലിന്നാ ഷിർക്ക് ചെയ്യുന്നത്. ഇവിടെ ഉള്ള കാര്യങ്ങൾ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. നമ്മളെ നമസ്കാരം ശരിയാവുന്നില്ല. നമ്മൾ നോമ്പെടുക്കുന്നത് ശരിയാണോ? നമ്മൾ നമസ്കാരത്തിൽ മര്യാദ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ? പഠിപ്പിക്കുന്നത് റിയ ആവുന്നുണ്ടോ? ഞാൻ ആസ് എ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഷോ ഓഫ് വരുന്നുണ്ടോ? ഞാൻ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്നുണ്ടാ? ഇങ്ങനത്തെ ചിന്ത വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ബാക്കിയെല്ലാ കാര്യം നിങ്ങൾ പെർഫെക്റ്റാ? നിങ്ങൾ നമസ്കാരം, നിങ്ങളെ പ്രവൃത്തികൾ, നിങ്ങൾ ഗീബത്ത് പറയുന്നില്ല, നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്നില്ല. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ വേറൊരു ഷിർക്കിൻ്റെ ഒരു തെറ്റും കൂടി നിങ്ങൾ ചെയ്യണം. നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു. ഇയ്യാക്കന അബ്ദു വയ്യാക്കന സ്റ്റൈൻ. ഞാൻ നിന്നോട് മാത്രമേ സഹായം ചോദിക്കുന്നുള്ളൂ, നിന്നോട് മാത്രമേ സഹായം തേടുകയും ചെയ്യുന്നുള്ളൂ. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനത്തെ ഷിർക്കിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നേ? അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒരാൾ കേട്ടിട്ട് മനസ്സിലാക്ക്. കാണാൻ കഴിയുന്നില്ല സ്റ്റാറ്റസ് ആരത് കാണും തന്നെ വെറുപ്പ് വരുന്നു. സത്യം പറയാല ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ഒന്നുമല്ല. ഓക്കെ, എൻ്റെ നിസ്കാരമല്ലോ എടുക്ക് ഡിലേ ആവാറുണ്ട്. ഞാൻ ഭയങ്കര സംഭവമൊന്നുമല്ല. എന്നാലും എനിക്ക് വിഷമമുണ്ട്. ഞാൻ ആസ് എ ടീച്ചർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളോ ചില ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നേ ഇല്ല. എന്താ നടിക്കുന്ന ആക്ടിങ്ങാ. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സസിൽ എടുക്കുന്നത്? നിങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കാൻ വേണ്ടിയിട്ടാണ് ദാവ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. ആളുകൾ ഒരു സമുദായത്തിനെ ഫോളോ ചെയ്തിട്ട് ഒരു പള്ളി ഒരു ഹോളിലേക്ക് പോകുന്നത് അതും നമ്മൾ ചെയ്യും. അത്രയും നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥ ആവും. അറ്റ്ലീസ്റ്റ് ഈ മെസ്സേജ് കണ്ട ആൾക്കാരെങ്കിലും ഒന്ന് ശ്രദ്ധിക്ക്. അള്ളാനെ ആലോചിച്ചിട്ട് നിങ്ങൾ ചെയ്യും. മക്കൾ അങ്ങനത്തെ കാര്യത്തിൽ അയക്കല്ല. അതിനായിട്ട് ഡ്രസ്സൊന്നും വാങ്ങണ്ട. എന്തിനാന്ന് വെറുതെ പൈസ കളയുന്നത്? നിങ്ങൾ ആ പൈസ വേണമെങ്കിൽ ദാനം ചെയ്യും, അല്ലെങ്കിൽ സദക്ക കൊടുക്ക്. ഓണത്തിനായിട്ട് വേറെ പരിപാടി, ഓണത്തിനായിട്ട് വേറെ സാരി. നല്ല ബോറായിട്ടുണ്ട് സത്യം പറയാല. ശരിക്കും ദേഷ്യം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എൻ്റെ വോയിസ് റേസ് ആവുന്നത്. എന്തോ മനസ്സ് വിങ്ങുന്നു. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം ഈ കാര്യം. നമുക്കിങ്ങനെ പുറത്ത് പബ്ലിക്കായിട്ട് വലിയ ദാവൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് നമ്മളെ ഫോണിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റുന്ന കാര്യം മര്യാദയ്ക്ക് നമ്മൾ ഹിജാബ് ധരിക്കുന്നില്ല. എല്ലാം കൊണ്ട് നമുക്ക് പ്രശ്നമാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും ഷിർക്കിന്റെ കാര്യത്തിൽ പോയിട്ട് ഇടപെടുന്നു. എന്താ പറയാ? എന്തുകൊണ്ട് ആ സീരിയസ് മനസ്സിലാവുന്നില്ല? നാളെ നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടണം പറയാൻ വേണ്ടിയിട്ട്. സിസ്റ്റേഴ്സ്, നമ്മൾ ചെയ്തത് ഓരോ അമലിന്റെ ഓരോ കാര്യം ചോദിക്കും. എല്ലാം ഭയങ്കര ഈസിയാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാ? നമ്മൾ നാളെ അല്ലാതെ കണ്ടുമുട്ടണ്ടേ? ഒരു ഡേ ഓഫ് റിസറക്ഷൻ, ഖിയാമത്ത് നാളെ വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? നമ്മൾ എന്താ ഉത്തരം പറയാൻ പോകുന്നത്? നമുക്ക് ആരുടെ തണല് വേണ്ട? നമ്മൾ പഠിച്ച ഖുറാന്റെ തണല് വേണോ? നമ്മൾ പഠിച്ച ദിക്ർ എല്ലാത്തിനും തണല് നമുക്ക് വേണ്ടേ? ഇങ്ങനെ നിങ്ങൾ ഷിർക്കിന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ എങ്ങനെയാ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരാ? അള്ളാഹു എല്ലാ കാര്യങ്ങളും പുറത്തു തരും, ഷിർക്ക് പുറത്തു തരൂല എന്നല്ല പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ ഭയങ്കര സില്ലിയായിട്ട് കാണുന്നു? അവനല്ലേ പുറത്തു തരും, റഹ്മാൻ റഹീം അല്ലേന്ന്. ഷിർക്ക് പുറത്തു തരൂല. ഷിർക്ക് മാത്രം പുറത്തു തരൂല. നിങ്ങൾ വേറെ എന്ത് ചെയ്താലും അള്ളാഹു പുറത്തു തരും എന്നാ പറയുന്നത്, തൗബ ചെയ്ത് മടങ്ങിയാൽ. അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് സീരിയസ് ആവും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെങ്കിലും ഒന്നും ശരിയാവണം. നിങ്ങളതിന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്ക് എന്താ ശരിക്കും സത്യം. ദീന കുറഞ്ഞുകൊണ്ടാണ്, നിങ്ങൾക്ക് വിവരമില്ല അതിനെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത കളി കളിക്കുന്നതാണ്. സൂറത്തുൽ ബഖറയിൽ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം. അള്ളാഹു അവരുടെ ഹൃദയങ്ങൾ മൂടി വെച്ചിട്ടുണ്ട്. നോൺ മുസ്ലിംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, മുസ്ലിംസിനെ കുറിച്ച് തന്നെ പറയുന്നത്. രണ്ട് കാറ്റഗറി ഇതിലുണ്ട്, മുനാഫിക്കും ഉണ്ട്, എല്ലാത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ആ കൂട്ടത്തിലാണ് പെടുന്നത്. ഒന്നെല്ലാവരും ശ്രദ്ധിക്ക്, ജസ്റ്റ് ഒന്ന്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ സീരിയസ് അല്ല. എനിക്ക് നിങ്ങൾ വിചാരിക്കും ഇവളെ ആരാന്ന് വലിയ ഉപദേശിക്കാനെന്ന്. കാരണം അങ്ങനെ കാണുന്നു. എൻ്റെ സ്റ്റാറ്റസിൽ 1000 ആൾക്കാരെ മറ്റുണ്ട്. എല്ലാത്തിലും പോയിട്ട് പൂക്കളവും എല്ലാത്തിലും കുറേ സാരിയും. എന്താണ് തട്ടം വരെ ഇല്ല. ഓണത്തിനാവുമ്പോഴേക്കും ഹിജാബിൽ എവിടെ പോയത് പറന്നുപോയാ? എന്താ സ്ത്രീകളുടെ അവസ്ഥ? പിന്നെ ഒരു ഡാൻസ് കളിക്കല്. ഒന്ന് ശ്രദ്ധിക്ക് പ്ലീസ്.
ജസ്റ്റ് ഒന്ന് നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് ഓർക്ക്. ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് നിങ്ങൾക്ക് അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്ക്. ചിന്തിക്ക് ഞാൻ ചെയ്ത് ശരിയാണെന്ന്. ഇതുവരായിട്ട് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളോട് പുറത്തു തരട്ടെ നിങ്ങൾക്ക്. ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കാം. ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആകുന്നുണ്ട് ലെഫ്റ്റ് ആകും, പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ. അത്ര എനിക്ക് പറയാനുള്ളൂ.